നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് ബേർഡൻസ്, ഒരുപാട് കഷ്ടപ്പാടുകളും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരിക്കലും അത് നിങ്ങളെ പുറകോട്ട് പിടിച്ച് വലിക്കരുത്. ഇമോഷണലായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും ഉണ്ട്. കുറേ വെയിറ്റൊക്കെ നിങ്ങൾ ഓൺ ദ വേ നിങ്ങൾ പയ്യെ വെയിറ്റൊക്കെ റിലീസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ടൈമാണ് ഇപ്പോൾ. ഓക്കെ, ഇനി ഇതിൽ നിന്ന് നിങ്ങൾ 8 ഓഫ് വാൻസിലേക്ക് പുതിയ മേച്ചിൽ പുറങ്ങൾ തേടി പൊയ്ക്കൊണ്ടിരിക്കുക. അതായത് ഇമോഷണലി നിങ്ങൾ ഭയങ്കര ഡൗൺ ആയിരുന്നു. അതിൽ നിന്ന് നിങ്ങൾ പുതിയ കാര്യങ്ങളിലേക്ക് നിങ്ങൾ മൈൻഡ് ചേഞ്ച് ചെയ്യുകയാണ്. ചിലപ്പോൾ ഇന്നലെ വരെ ചെയ്ത കാര്യങ്ങളല്ല നിങ്ങൾ നാളെ ചെയ്യാൻ പോകുന്നത്. പല കാര്യങ്ങളും നിങ്ങൾ ചെയ്യുകയാണ്. ഓക്കെ, പിന്നെ ഈ ചെയ്യാൻ പോകുന്നതിലൂടെ നിങ്ങളൊരു ബാലൻസിലെത്തുകയാണ്. നിങ്ങൾ സാമ്പത്തികമായിട്ടാണ് പറയുകയാണെങ്കിലും ഇമോഷണലായിട്ടാണെങ്കിലും നിങ്ങൾ കഷ്ടപ്പാടിൽ കൂടെ കടന്നു പുതിയ തലങ്ങളിലേക്ക് പോയി നിങ്ങൾ ബാലൻസിലെത്തി. ഓക്കെ, പിന്നെ വന്നേക്കുന്ന ദ ടവർ, അതായത് പല ഏരിയസ്, ഏത് ഘട്ടത്തിലെന്ന് അറിയത്തില്ല, പല ഘട്ടത്തിലൂടെ നിങ്ങൾ കടന്നു പോയിട്ടുണ്ട്. അത് നമ്മുടെ മെറ്റീരിയലിസ്റ്റിക് ആസ്പെക്റ്റ് ആവാം, അല്ലെ സ്പിരിച്വൽ ആസ്പെക്റ്റ് ആവാം. ഏത് വഴിയാണ് നിങ്ങൾ പല വഴികളിൽ കൂടെ കടന്നു പോയിട്ടുണ്ട്. എന്താണേലും ഏത് വഴികളാണേലും നിങ്ങൾക്കത് ലാസ്റ്റ് ഇതെല്ലാം നിങ്ങളെ ഒരു പാഠം പഠിപ്പിക്കുക. അതായത് കൂടുതൽ എനിക്ക് തോന്നുന്നത് ആ ഒരു ഈഗോ സെൻട്രിക് ആയിട്ടുള്ള നിങ്ങൾ അതിൽ നിന്ന് മാറി ഇച്ചിരൂടെ ഒരു മനുഷ്യത്വമുള്ള ആളായി മാറി, അല്ലെങ്കിൽ നിങ്ങൾ ആ ഒരു സ്പിരിച്വൽ പാത്തിലേക്ക് നിങ്ങൾ വന്നിട്ടുണ്ട്. അതാണ് ഇന്നത്തെ കാർഡിൻ്റെ മെസ്സേജ്. ഇത് എല്ലാവർക്കും ഉള്ള മെസ്സേജ് അല്ല, ഏതോ സ്പെസിഫിക് കുറച്ച് പേര് കേൾക്കേണ്ട ഒരു മെസ്സേജാണ്. ഓക്കെ, താങ്ക് യു.